ഇന്ന് രാവിലെ ആണെങ്കിൽ പുറത്ത് നല്ല കലവില സൗണ്ട് കേട്ടിട്ടാണ് കേട്ടോ ഞാൻ കതവ് തുറന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ വേറെ ആരുമില്ല, നമ്മുടെ തോട്ടത്തിലോട്ടുള്ള പണിക്കാരായിരുന്നു. ഇവര് തമിഴ്നാട്ടുകാരാണ് കേട്ടോ. അപ്പൊ സമയം 6:45 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇന്നിപ്പം മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു തെളിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ തണുപ്പിന് ഒരു കുറവില്ല കേട്ടോ. നല്ല സൂപ്പർ തണുപ്പാണ് ഇപ്പോഴും. അപ്പൊ ഇവരാണെങ്കിൽ ഇവരുടെ നാട്ടിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് ഏതാണ്ട് 4 മണി, ചിലരൊക്കെ അതിനും മുൻപേ ഇറങ്ങിയിട്ടാണ് ഈ ഒരു സമയത്ത് ഇവിടെ എത്തുന്നത് കേട്ടോ. അപ്പൊ അവര് തോട്ടത്തിലോട്ട് പോയി. ഞാൻ പിന്നെ കുറച്ച് സമയം തിണ്ണയിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള കാപ്പി മതിയല്ലോ. അത് കാരണം കുറച്ച് ഓട്സ് ഉപ്പുമാവാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് പുറത്തു പോവാണ്. കുറച്ച് സാധനമൊക്കെ വാങ്ങണം. മീനും പിന്നെ വീട്ടിലോട്ടുള്ള കുറച്ച് സാധനങ്ങൾ. അതുപോലെ ഈ പണിക്കാർക്കാണ് ഒരു 10:30 ആകുമ്പോൾ നമ്മൾ കടുങ്കാപ്പിയും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ചെറുകടിയും കൊടുക്കണം. അപ്പൊ അതും കുറച്ച് വാങ്ങണം. അതിനുവേണ്ടി നമ്മൾ പോവാണ്. നമ്മൾ ആദ്യം പോയത് മീൻ വാങ്ങാനായിട്ടാണ് കേട്ടോ. അപ്പൊ നല്ല ഫ്രഷ് മീൻ കുറേ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പേരറിയില്ലാത്ത കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഇതൊക്കെ. പിന്നെ കൊഞ്ച്, ഞണ്ട്, ചൂര, അയല, മത്തി, അങ്ങനെ എല്ലാ മീനും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം ഒന്ന് കൺഫ്യൂസ് ആയി, ഏതെടുക്കണം, എങ്ങനെ വാങ്ങണം എന്നൊക്കെ കുറെ ആലോചിച്ചിട്ട് പിന്നെ അവസാനം ഞാൻ പറഞ്ഞു ചെറിയ മീൻ എന്തെങ്കിലും വാങ്ങിയാൽ മതി. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ചെറിയ മീനാണ് ഇഷ്ടം. അപ്പൊ നമ്മൾ നല്ല അയല ഉണ്ടായിരുന്നു, അത് കറി വെക്കാം. പിന്നെ കുറച്ച് മത്തിയും കൂടെ വാങ്ങിക്കാം. അപ്പൊ അത് വറക്കുകയും ചെയ്യാലോ. അപ്പൊ അവരത് ക്ലീൻ ആക്കിയൊക്കെ തരുവേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് കടി വാങ്ങാനായിട്ട് ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സാധനം എല്ലാം വാങ്ങിച്ച് നമ്മളിതാ നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കടുങ്കാപ്പിയൊക്കെ തിളപ്പിച്ചിട്ട് അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കാം.